നമസ്കാരം. ഹിമാലയ സാനുക്കളിലുള്ള സിയാച്ചിൻ ഗ്ലേസിയർ അല്ലെങ്കിൽ സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ്. പാകിസ്ഥാൻ പലപ്പോഴായി ഇവിടെ കയ്യേറ്റം നടത്താൻ പണ്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നപ്പോഴൊക്കെ തന്നെ ഇന്ത്യയുടെ ജവാന്മാർ ധീരമായ ചെറുത്തുനിൽപ്പിലൂടെ ഇപ്പോഴും ഇന്ത്യയുടെ കൈവശമാണ് സിയാച്ചിൻ ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൈനിക താവളമായിരിക്കാം സിയാച്ചിൻ ഗ്ലേസിയറിൽ ഇന്ത്യക്കുള്ളത്. വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ അവിടെ എത്തി വളരെ പ്രതികൂലമായ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന സൈനികരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാറുണ്ട്. അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാറുണ്ട്. വളരെ അപകടകരമായ സ്ഥലത്താണ് ഈ ഒരു സൈനിക താവളം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതൊന്നും തന്നെ നമ്മുടെ സൈനികർ കണക്കാക്കാറില്ല. അവർ പൂർവാധികം ശക്തിയോടുകൂടി തന്നെയാണ് ഈ അതിർത്തി കാക്കാനായി ഈ മേഖലയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ഇതിന് സമീപത്തുള്ള മറ്റു ചില ഗ്ലേസിയറുകൾ അഥവാ ഹിമാനികൾ ഉരുകി സിയാച്ചിൻ ഗ്ലേസിയറിനോട് ചേരാൻ പോകുന്നു അല്ലെങ്കിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരക്കോറം പർവ്വതനിരയിലെ 3 ഹിമാനികളിലെ മഞ്ഞുപാളികളാണ് ഉരുകി സിയാച്ചിൻ ഗ്ലേസിയറിലേക്ക് ലയിച്ച് ചേർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നാസ പുറത്തുവിട്ട ഒരു ഫോട്ടോയിലാണ് ഇത് സംബന്ധിച്ച വിശദമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ തന്നെ അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ് സിയാച്ചിൻ ഗ്ലേസിയർ. അവിടെയാണ് പലപ്പോഴും പാകിസ്ഥാൻ നേരത്തെ പ്രകോപനം ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മഞ്ഞുമലകൾ ഉരുകി സിയാച്ചിനുമായി ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലപ്പോഴും ചർച്ചകൾ ഉണ്ടാകാറുള്ളത്. പല പരിസ്ഥിതിവാദികളും പറയുന്നത് ആഗോളതാപനത്തെ തുടർന്നാണ്, കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ ഇതിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ലോകത്തെന്ത് സംഭവിച്ചാലും അതെല്ലാം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും അതല്ലെങ്കിൽ ആഗോളതാപനത്തിൻ്റെയൊക്കെ തലയിൽ കെട്ടിവയ്ക്കാനായി ഒരു സംഘം പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്ന ഗൂഢശ്രമമാണ് ഇത് എന്നൊക്കെയാണ്. ഏതായാലും ഇതൊരു വലിയ ശുഭകരമായ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പണ്ട് ഇവരെല്ലാം പറഞ്ഞിരുന്നത് പോലെ ഹിമാനികളെല്ലാം കൂട്ടത്തോടെ ഉരുകി അന്റാർട്ടിക്കയിൽ നിന്നെല്ലാം ഉരുകി നേരെ സമുദ്രത്തിലേക്ക് പ്രവഹിക്കുകയാണെന്നും അവ വലിയ തോതിൽ നാശനഷ്ടം വരുത്തുകയാണെന്നും ഒക്കെയുള്ള വസ്തുക്കൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തുമ്പോൾ 2021 ശേഷം ഇക്കാര്യത്തിൽ നേരിയ തോതിൽ വ്യത്യാസമുണ്ട്, അതായത് അളവിൽ കുറവുണ്ടായിരിക്കുന്നു എന്നും മറ്റൊരു വിഭാഗം ഗവേഷകർ വാദിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ പോലുള്ള രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 3 ഹിമാനികൾ ഉരുകി സിയാച്ചിനിലേക്ക് ചേരുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമേ അല്ല. നമ്മുടെ അതിർത്തികൾ ഒരുപക്ഷെ കൂടുതൽ ശക്തമാകാൻ ഇത് കൂടുതൽ സഹായകരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഗ്രീൻലാൻഡിനും അന്റാർട്ടിക്കയ്ക്കും പുറത്തുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹിമാനിയാണ് സിയാച്ചിൻ. നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതിന് ഏകദേശം 47 മൈൽ നീളവും 2.2 മൈൽ വീതിയും ഉണ്ട് എന്നാണ്. 1980 ശേഷം ഈ മേഖലയിൽ മഞ്ഞുവീഴ്ച വളരെ ശക്തമായ തോതിൽ തുടരുന്നു എന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നതെങ്കിലും മറ്റൊരു വിഭാഗം പറയുന്നത് അത്രത്തോളം മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നില്ല എന്നാണ്. ഏതായാലും സിയാച്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങേയറ്റം സുരക്ഷിതരാണ്. ഈ മഞ്ഞുമലകൾ ഉരുകിയെത്തിയാലൊന്നും ഒന്നും സംഭവിക്കുന്നതല്ല സിയാച്ചിൻ ഗ്ലേസിയർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ മേഖലയ്ക്ക് ഏതായാലും ഒരു കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ ഒരു പക്ഷേ നിറം പിടിപ്പിച്ച കഥകളുമായിട്ടായിരിക്കാം ഇപ്പോൾ ഇതേക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരമായി പുറത്തുവിടുന്നത്.